ഹലോ എവ്രിവൺ, അരുണാചൽ മല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിന് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുക്കുക. അതിലേക്ക് ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ചതച്ചത് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ശേഷം ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അധികം മൊരിയാൻ നിൽക്കണ്ട. ഞാനിവിടെ ചെറിയ ഇളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുവോളം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു 4 മീഡിയം സൈസ് സബോള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കണം. ഇപ്പം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി, സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഈ സബോള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉപ്പിടുമ്പോൾ സബോള നല്ലതുപോലെ വഴന്ന് കിട്ടും. അതുപോലെ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂടി വെച്ചാൽ നന്നായിട്ട് വഴന്ന് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ സബോളയൊക്കെ ഏകദേശം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം എല്ലാതും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എന്നാലേ കറിക്കൊന്നും ഒരു പച്ചമണമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. പിന്നെ ഞാനിപ്പോൾ അധികം മസാലകൾ ചേർക്കാത്തത്, നമ്മൾ ബീഫിൽ പാകത്തിന് മസാല ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഒരു 2 ചെറിയ തക്കാളി ചേർത്തിട്ട് തക്കാളി നല്ല ഉടഞ്ഞു വരുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ചേർക്കാം. ബീഫ് നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ബീഫ് ചേർത്തിട്ട് ചാറ് കുറുക്കിയെടുക്കണം. ചാറ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ചാറ് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഞാൻ എന്തായാലും നന്നായി കുറുക്കി ഒരു ഗ്രേവി പോലെയാണ് എടുക്കുന്നത്. ക്രിസ്മസിനാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയത്. ഗീ റൈസിൻ്റെ ഒപ്പം ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഈ ബീഫ് കറിയും കൂടെ കഴിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഗരം മസാല, അതുപോലെ പെപ്പർ പൗഡർ, മീറ്റ് മസാല ഇതൊന്നും ഇപ്പോഴല്ല ചേർക്കുക, ലാസ്റ്റ് ആകുമ്പോഴാണ് ചേർക്കുക. അപ്പോൾ ഈ ബീഫ് കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പൊടികൾ മൂക്കാതെ എന്ന് വെച്ചാൽ ഗരം മസാലയൊന്നും മൂക്കാതെ ലാസ്റ്റ് മേമ്പൊടി പോലെ ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ നമ്മൾ വേവിക്കണം. ഇത് നമ്മുടെ ചാറൊക്കെ ഏകദേശം കുറുകി വരുന്നുണ്ട്. ചാറൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ ഈ ഒരു പരുവത്തിന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഞങ്ങൾക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് അധികം ചേർക്കാതിരുന്നത്. അതുപോലെ തന്നെ മീറ്റ് മസാല ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡിയായി. ഞാൻ പറഞ്ഞില്ല, ആർക്ക് വേണേലും ഉണ്ടാക്കാമെന്ന്. ഭയങ്കര എളുപ്പമുള്ളൊരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ലാതെ നമുക്ക് ഗീ റൈസിൻ്റെ ഒപ്പം പൊറോട്ട, അതുപോലെ വട്ടയപ്പം, പാലപ്പം, ചപ്പാത്തി, ഇനി അതൊന്നുമല്ല നമ്മുടെ നാടൻ ചോറും പുളിശ്ശേരിയും കൂട്ടിയിട്ടാണെങ്കിലും ഈ ബീഫ് കറി അടിപൊളിയായിരിക്കും. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡിയായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.